നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച തീയൽ. അതിന് ചേരേണ്ട സാധനങ്ങളെല്ലാം കീഴെ വിവരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു 20 ഉള്ളി കഴുകി അരിഞ്ഞു വെച്ച് സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അതിനെടുത്ത് എണ്ണയിലിട്ട് വശക്കണം. വശക്കിയിട്ട് പിന്നെ ഒരു 5 വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിനെടുത്ത് അതിലിട്ട് ഇടണം. അരിഞ്ഞിട്ട് വശക്കിയിട്ട് ഒരു മുരിങ്ങയ്ക്ക, ഒരു ചെറിയ മുരിങ്ങയ്ക്ക എടുത്ത് ഒരു 5 കഷ്ണം ഇട്ട് ഒരു 3 പച്ചമുളക് വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒരു ചെറിയ മീഡിയം പഴം തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും തട്ടി എല്ലാം ചേർത്ത് ഒരു വശക്കിയിട്ട് ഒരു 10 ഗ്രാമിൻ്റെ പുളി ഊറ വെച്ചിട്ടുണ്ട്. അതിനെയും പിഴിഞ്ഞൊഴിച്ച് ഒരു 1/2 കപ്പ് വെള്ളവും 1.5 സ്പൂണ് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. ഇതെല്ലാം ആവശ്യത്തിന് കണക്കിന് വേവിച്ച് വച്ച് മൂടി വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് അടുത്തത് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ അരമുറി തേങ്ങ തിരിവി വെച്ചത്, ഒരു 3 വറ്റൽ മുളക്, ഒരു തണ്ട് കരിവേപ്പില ഉരുവിയിട്ട് ഒരു 5 കുരുമുളക് ഇട്ട് നന്നായി ചുവക്ക വറുക്കണം. വറുത്തിട്ട് ഓഫ് ചെയ്തിട്ട് നല്ല ചുവക്ക വറുത്ത് ഓഫ് ചെയ്തിട്ട് തേങ്ങ നല്ല ഒരു ചുവക്ക വറുത്ത് ഓഫ് ചെയ്തിട്ട് അതിലൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ആ ചൂടിലിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. കുഴമ്പ് പരുവത്തിലായതിന് ശേഷം അതിനെടുത്ത് ഈ വെന്തിരിക്കുന്ന സാധനത്തിൽ എല്ലാം എടുത്ത് ഒഴിച്ച് തിളപ്പിക്കണം. കലക്കി തിളപ്പിക്കണം. എല്ലാം ചേർത്ത് തിളയ്ക്കാൻ വയ്ക്കണം. തിളച്ച് കുഴമ്പ് പരുവത്തിലാക്കി വച്ചിട്ട് ഈ സ്ലോ ആയിട്ട് വെച്ചിട്ട് വേറെ ഒരു ചട്ടി വെച്ച് കടുക് വറുക്കാൻ 2 സ്പൂൺ എണ്ണ, ഒരു 2 വറ്റൽ മുളക്, ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചുവക്ക, എണ്ണയിലിട്ട് ഒരു 1/4 സ്പൂണ് വെന്തയം, പച്ച വെന്തയം, 1/4 സ്പൂണ് കടുക്, ഒരു തണ്ട് കരിവേപ്പില ഉരുവിയിട്ട് നന്നായി ചുവക്ക വറുത്ത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടാനിൽ ഒഴിച്ച് ഓഫ് ചെയ്ത് മൂടി വയ്ക്കണം. ഈ കൂട്ടാൻ നിങ്ങളെല്ലാവരും ഊണിന് വെച്ച് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്ത നല്ലൊരു കൂട്ടാനുമായി വീണ്ടും നമുക്ക് കാണാം.